ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ എന്നാണ്. അപ്പോൾ സിവിൽ മന്ത്ര എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വാസ്റ്റായിട്ട് പഠിക്കാതെ എങ്ങനെ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാം. ആണ് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത് എന്നത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ മാക്സിമം മുഴുവനായി കണ്ടു തീർക്കാൻ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഈ വീഡിയോയിൽ നിന്ന് കെയർഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓവർസിയർ ലെവലിൽ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓവർസിയർ ലെവലിൽ നിങ്ങൾക്ക് ഒരു 2 മുതൽ 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് ബേസ് ചെയ്തും അതോടൊപ്പം തന്നെ സിവിൽ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സിവിൽ മന്ത്ര എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം അതിലുള്ള വീഡിയോസ് കണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സർവേയിങ് എന്താണ് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ചോദിക്കാം. എന്ന് പറഞ്ഞാൽ കൂടുതലും ആ ഒരു ചോദ്യം വരാൻ സാധ്യത കുറവാണെങ്കിലും നമുക്കറിയാം സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് അത് ചിലപ്പോൾ എർത്തിൻ്റെ സർഫസിലാവും, ചിലപ്പോൾ സർഫസിന് മുകളിലാവും, അല്ലെന്നുണ്ടെങ്കിൽ സർഫസിന് താഴെയാവാം. അപ്പോൾ ആ ഒരു അവിടെയുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. ഇനി സർവേയിങ്ങിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഏരിയ അല്ലെന്നുണ്ടെങ്കിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ സെറ്റിംഗ് ഔട്ട് പ്രോസസ്സ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ സർവേയിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്തായാലും ഒരു എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സർവേയുടെ പ്രിൻസിപ്പിൾ. മൊത്തത്തിൽ 2 പ്രിൻസിപ്പിൾ ആണ് ഉള്ളത്, അത് ശ്രദ്ധിച്ചിരിക്കുക. സർവേക്ക് 2 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. എന്നൊക്കെ തന്നിരിക്കും, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇപ്പം സർവേയുടെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റിംഗ് ആൻ അൺനോൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു നോൺ പോയിന്റ്. 2 അറിയാമെന്നുള്ള പോയിന്റ് വെച്ച് ചെയ്തിട്ട് അത് വെച്ച് മൂന്നാമതൊരു അറിഞ്ഞുകൂടാത്ത ഒരു മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടും, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റിംഗ് ആൻ അൺനോൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു നോൺ പോയിന്റ്. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എർത്തിനെ കുറിച്ചാണ് പറയുന്നത്. എർത്തിൻ്റെ ഷേപ്പ് ഒബ്ലീറ്റ്, സ്പിറോയിഡ് അല്ലെന്നുണ്ടെങ്കിൽ ജിയോയിഡ് ആണ്. എർത്തിൻ്റെ ഷേപ്പ് ഓഫ് ദി എർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ലീറ്റ്, സ്പിറോയിഡ് അല്ലെന്നുണ്ടെങ്കിൽ ജിയോയിഡ്. അത് ഓർത്തിരിക്കുക. ഇനി ഇക്വേറ്ററൽ ആക്സിസിൻ്റെ അല്ലെങ്കിൽ ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെ ലെങ്ത് എത്രയാണ്, എത്ര കിലോമീറ്റർ ആണ് ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെ ലെങ്ത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 12756.75 കിലോമീറ്റർ ആണ് ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെ ലെങ്ത്. 12756.75 കിലോമീറ്റർ, അതാണ് ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോളാർ ആക്സിസിൻ്റെ ലെങ്ത് ആണ്. പോളാർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12713.8 കിലോമീറ്റർ. 12713.8 കിലോമീറ്റർ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും, അപ്പോൾ ഇത് ഓർത്തില്ല. ഇനി ഈ ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെയും പോളാർ ആക്സിസിൻ്റെയും ലെങ്ത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42.95. പോളാർ ആക്സിസ് 0.34% ഇക്വേറ്റോറിയൽ ആക്സിസിനേക്കാളും സ്മോൾ ആയിരിക്കും. പോളാർ ആക്സിസ് ഈസ് 0.34% സ്മോളർ ദാൻ ഇക്വേറ്റോറിയൽ ആക്സിസ്. ഇനി സർവേയുടെ ഡിവിഷനാണ്. പ്രൈമറി നമ്മൾ അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സർവേ ഡിവൈഡ് ചെയ്യുന്ന 2 ആയിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സർവേ എന്നും സെക്കൻഡ് വൺ ഈസ് ജിയോഡറ്റിക് സർവേ എന്നും. പ്ലെയിൻ സർവേ എന്നും ജിയോഡറ്റിക് സർവേ.
ഇനി എന്താണ് പ്ലെയിൻ സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 മൈൽ അല്ലെങ്കിൽ 258 കിലോമീറ്റർ സ്ക്വയർ വരെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മുകളിലുള്ളത് നമുക്ക് പ്ലെയിൻ സർവേയിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടത്തില്ല. നെക്സ്റ്റ് വൺ ഈസ് പ്ലാൻ പ്രിപ്പറേഷൻ. പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഈ പ്ലെയിൻ സർവേ വെച്ചിട്ടാണ്. പ്ലെയിൻ സർവേയിൽ ശ്രദ്ധിക്കുന്ന അവിടെ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാതെയാണ് അവിടെ സർവേ നടത്തുന്നത്. പിന്നെ ഏരിയ 258 കിലോമീറ്റർ സ്ക്വയർ അല്ലെന്നുണ്ടെങ്കിൽ 100 മൈൽ ഏരിയ മാത്രമേ, ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് പ്ലെയിൻ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി പ്ലെയിൻ സർവേ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ജിയോളജിക് സർവേ. അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ്. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നു. ജിയോളജിക് സർവേ എടുക്കുന്ന സമയത്ത് അത് എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ സ്ക്വയർ അല്ലെന്നുണ്ടെങ്കിൽ 100 മൈലിന് കൂടുതലായിട്ടുള്ള ഇതാണ് ഏരിയയാണ് നമ്മൾ ജിയോളജിക് സർവേ വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ജിയോളജിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ആർക്ക് ആൻഡ് കോഡ് ലെങ്ത് ഈസ് 10 സെൻറ്റിമീറ്റർ ഫോർ 18 കോഡ് ലെങ്തിന് ഉണ്ടാകുന്നത്. ഓക്കെ, സോറി, കോഡ് ലെങ്ത് ഇപ്പോൾ 18.3 കിലോമീറ്റർ എന്ന് വിചാരിക്കുക. അത്ര എടുക്കുക ഈ ആർക്ക് ലെങ്ത് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി പ്ലെയിൻ സർവേ തന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റൊന്നും വരാത്തത്. പ്ലെയിൻ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റൊന്നും വരാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്തും കോഡ് ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ് അത്രത്തോളം ചെറുതായത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. സർവേ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നാച്ചർ ഓഫ് ഫീൽഡ്. ഫീൽഡിൻ്റെ നമ്മുടെ അത് എവിടെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ലാൻഡ് സർവേ, രണ്ടാമത്തെ ഹൈഡ്രോഗ്രാഫിക് ഓർ മറൈൻ സർവേ, മൂന്നാമത്തെ അസ്ട്രോണമിക്കൽ സർവേ. ലാൻഡ് സർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലാൻഡിൽ നമ്മൾ സർവേ ചെയ്യണമെങ്കിൽ അതിന് ലാൻഡ് സർവേ എന്ന് പറയും. വെള്ളത്തിലാണ് സർവേ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് അല്ലെങ്കിൽ മറൈൻ സർവേ എന്ന് പറയും. ആകാശത്തിലാണ് നമുക്ക് സെലസ്റ്റിയൽ ബോഡീസിനെയൊക്കെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്, അതിന് നമ്മൾ അസ്ട്രോണമിക്കൽ സർവേ പറയും. ഈ ലാൻഡ് സർവേയിൽ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോപ്പോഗ്രാഫിക് സർവേ, സിറ്റി സർവേ, കഡസ്ട്രിയൽ സർവേ. ഇപ്പോൾ ടോപ്പോഗ്രഫി ചിലപ്പോൾ കഡസ്ട്രിയൽ സർവേ ഏത് ടൈപ്സ് ഓഫ് സർവേയുടെ അണ്ടറിലാണ് വരുന്നത് എന്ന് ചോദിക്കാം. ലാൻഡ് സർവേ തരാം, വേറെ ഏതെങ്കിലുമൊക്കെ സർവേ തരാം. അപ്പോൾ നമുക്ക് ലാൻഡ് സർവേ ചൂസ് ചെയ്യണം. അപ്പോൾ ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ നാച്ചുറൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സർവേ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറയും. ഇനി അവിടുത്തെ ഒരു സ്ട്രീറ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ സർവേ നടത്തുന്നെങ്കിൽ അതിനെ സിറ്റി സർവേ എന്നും, ഇനി ഒരു പ്രോപ്പർട്ടി ഒരു ഏരിയയ്ക്ക് ആ ഏരിയ നമുക്ക് ഇത് തരം കഡസ്ട്രിയൽ സർവേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സ്ഥലത്തിൻ്റെ നാച്ചുറൽ ഫീച്ചേഴ്സ്, ഇപ്പോൾ കുളങ്ങളാവാം, അല്ലെന്നുണ്ടെങ്കിൽ പോൺസ്, ഗ്രാസ് ലാൻഡ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ അവിടുത്തെ നാച്ചുറൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ ടോപ്പോഗ്രാഫിക് സർവേയും, അവിടുത്തെ സ്ട്രീറ്റിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഇതിനൊക്കെ നമ്മൾ നോക്കുന്നതെങ്കിൽ അത് സിറ്റി സർവേയും. ഇനി ഒരു പ്രോപ്പർട്ടിയുടെ ബൗണ്ടറീസ് നമുക്ക് ഫിക്സ് ചെയ്യണം, ആ പ്രോപ്പർട്ടി ലൈൻസ് ഫിക്സ് ചെയ്യണം, ആ ലാൻഡ് ഏരിയ കണ്ടുപിടിക്കണം, അതിന് നമ്മൾ കഡസ്ട്രിയൽ സർവേ എന്നും പറയാം. അപ്പോൾ ഇതാണ് സർവേ ഫീൽഡിൻ്റെ നാച്ചുറൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്ത ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, എന്തുകൊണ്ട് നമ്മൾ സർവേ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ സർവേ ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് മിലിറ്ററി സർവേ, മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, ഗ്രാവിറ്റി സർവേ, എഞ്ചിനീയറിംഗ് സർവേ, ഇങ്ങനെ 6 മിലിറ്ററി സർവേ എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ഒരു രാജ്യത്തിൻ്റെ തന്നെ തന്ത്രപ്രധാനമായ പോയിന്റ്സ് അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ മിലിറ്ററി സർവേ എന്ന് പറയും. മൈൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മൈൻസ് എന്തെങ്കിലും ബ്ലാസ്റ്റ് ചെയ്തെടുക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മൈൻ സർവേ അവിടെ നടത്തും. ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജിയോളജി ബേസ് ചെയ്തിട്ട് ജിയോളജിസ്റ്റ് ഒക്കെ ചെയ്യുന്ന സർവേയാണ് ജിയോളജി സർവേ.
അടുത്ത ആ ഒരു ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന സർവേയാണ് ഈ ജിയോളജിക്കൽ സർവേ. നെക്സ്റ്റ് വൺ ഈസ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആൻറ്റിക് സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് ഈ എന്തെങ്കിലും പഴയ കാലങ്ങളിലൊക്കെ കുഴിച്ചിട്ടുന്ന സാധനങ്ങൾ, അതിപ്പോൾ ആൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സർവേ ചെയ്യുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റി സർവേ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയും. പിന്നെ എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വർക്കിന് വേണ്ടി നമ്മൾ സർവേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഞ്ചിനീയറിംഗ് സർവേ എന്നും പറയും. ഈ എഞ്ചിനീയറിംഗ് സർവേ നമ്മൾ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് റെക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ. റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു വീട് വയ്ക്കണമെന്ന് വിചാരിക്കുക. ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വെറുതെ ഒന്ന് നോക്കി, ഇത് ഇത്ര ഇതുണ്ട്, ഇത്രയും ചരിഞ്ഞ് നടക്കുന്നു, നമ്മൾ നോക്കിയുള്ളൊരു മെഷർമെൻറ്റ്, നമ്മൾ ഐ വെച്ച് നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നു ആ സ്ഥലത്തെ പറ്റി. അതിനെയാണ് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രിലിമിനറി സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വെറുതെ പോയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്ന് പിന്നെ ചെറിയ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നടന്നിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രിലിമിനറി സർവേ എന്ന് പറയും. ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവേ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് നമ്മൾ സർവേ ചെയ്യുവാണ്. ആ സ്ഥലത്തിന് ആ പ്രോപ്പർട്ടിയിൽ എത്രത്തോളം ഏരിയ ഉണ്ട്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ എന്നും പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഓഫ് സർവേയുടെ ബേസിൽ എങ്ങനെ സർവേ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് സർവേ ചെയ്യുന്നത്. അത് നമുക്ക് ഒരിക്കലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെയിൻ വെച്ച് സർവേ ചെയ്യുന്നതാണ് ചെയിൻ സർവേ നമുക്കറിയാം. അത് സിമ്പിളായിട്ടുള്ള ചോദ്യമാവുന്നതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ യൂണിറ്റ് കൺവേർഷൻ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇഞ്ചാണ്. ഒരു ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇഞ്ചാണ്. ഒരു യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫീറ്റാണ്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1.609 കിലോമീറ്റർ, അത് 8 ഫർലോങ് ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ. ഒരു ഫർലോങ് എന്ന് പറഞ്ഞാൽ 10 സർവേസ് ചെയിൻ അല്ലെങ്കിൽ 660 ഫീറ്റ്. ഒരു ഫർലോങ് എന്ന് പറഞ്ഞാൽ 10 സർവേസ് ചെയിൻ അല്ലെങ്കിൽ 660 ഫീറ്റ്. 120 ഫാത്തോം എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക് ലെങ്ത് ആണ്. 5.5 യാർഡ് എന്ന് പറഞ്ഞാൽ 1 പോൾ ഓർ 1 റോഡ് ഓർ 1 പെർച്ച്. 5.5 യാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പോള്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റോഡ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർച്ച്. ഓക്കെ, ഒരു ആർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ സ്ക്വയർ ആണ്. ഒരു ആർ, ഏക്കർ അല്ല, ആർ. ഒരു ആർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ സ്ക്വയർ ആണ്. ഒരു സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40.47 മീറ്റർ സ്ക്വയർ. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 40.47 മീറ്റർ സ്ക്വയർ. ഇനി 6080 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6080 ഫീറ്റ്. ഒരു ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റ്. ഒരു ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റ്. ഒരു സ്ക്വയർ മൈൽ എന്ന് പറഞ്ഞാൽ 640 ഏക്കർ. ഒരു സ്ക്വയർ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 640 ഏക്കർ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആറാണ്. അതെന്ന് പറഞ്ഞാൽ 2.47 ഏക്കർ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 100 ആറാണ്. അതെന്ന് പറഞ്ഞാൽ 2.47 ഏക്കർ. അപ്പോൾ ഇത്രയും യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾ ഓർമ്മയിൽ നിർത്തുക. ഇതിനുള്ളിൽ തന്നെ മാക്സിമം ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് എക്സാംസിനൊക്കെ ഇങ്ങനെ യൂണിറ്റ് കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു ലെവലിൻ്റെ അകത്തു നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ലാർജ് സ്കെയിലുള്ള ഡ്രോയിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഏരിയ അത് നമ്മൾ വലിയ പേപ്പറിൽ വരച്ചെടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്ലാൻ എന്ന് പറയും. മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ വലിയ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മാപ്പ് വരയ്ക്കുന്ന പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ മാപ്പ്. ഇത് വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ എന്താ അത് ചുരുക്കി ചെറുതായിട്ട്. അതുകൊണ്ടാണ് സ്മോൾ സ്കെയിൽ പ്രൊജക്ഷനാണ് നമ്മൾ മാപ്പിൽ ചെയ്യുന്നത്. പക്ഷേ പ്ലാനിൽ ചെയ്യുന്നത് നമ്മൾ
ലാർജ് സ്കെയിൽ പ്രൊജക്ഷനാണ്. ഇനി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോമുല എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഓഫ് പ്ലാനർ മാപ്പ്, ഡിസ്റ്റൻസ് ഓഫ് പ്ലാനർ മാപ്പ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്, ഡിസ്റ്റൻസ് ഓഫ് പ്ലാനർ മാപ്പ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. നെക്സ്റ്റ് വൺ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ, RF എന്ന് പറയും. റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ, റേഷ്യോ ബിറ്റ്വീൻ യൂണിറ്റ് ലെങ്ത് ഓൺ പ്ലാൻ ടു ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൺ ഗ്രൗണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലാനിൽ എത്ര യൂണിറ്റ് ലെങ്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ ചെയ്യും. യൂണിറ്റ് കൺവേർഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 മീറ്റർ നമ്മൾ അളന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 100 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ 1:100 എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഇതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെന്നതിൽ ഇപ്പം 1 മീറ്റർ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളിവിടെ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയും, സ്കെയിൽ ചെയ്യുകയാണ്. അവിടുത്തെ 1 മീറ്റർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മുടെ പേപ്പറിൽ വരയ്ക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്കെയിലിംഗ് ചെയ്ത പ്രോസസ്സിനാണ് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഷ്രിങ്കേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഷ്രങ്ക് ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത്. ഷ്രിങ്കേജ് ഫാക്ടർ ഈക്വൽ ടു ഷ്രങ്ക് ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത്. ഷ്രങ്ക് സ്കെയിൽ ഈക്വൽ ടു ആക്ച്വൽ സ്കെയിൽ ഇൻറ്റു ഷ്രിങ്കേജ് ഫാക്ടർ. അപ്പോൾ ഇത്രയും ഫോമുലാസ് ഓർത്ത് വെച്ചിരിക്കുക. സ്കെയിലിൻ്റെ ഫോമുല, ഷ്രിങ്കേജ് ഫാക്ടറിൻ്റെ ഫോമുല എന്താണ്, ഷ്രങ്ക് സ്കെയിലിൻ്റെ ഫോമുല എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ടൈപ്സ് ഓഫ് സ്കെയിൽ. ടൈപ്സ് ഓഫ് സ്കെയിൽ, ഒന്ന് പ്ലെയിൻ സ്കെയിൽ. ആദ്യത്തെ പ്ലെയിൻ സ്കെയിലാണ്. പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ യൂണിറ്റ്സ് മാത്രമേ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 ഡയമെൻഷണൽ യൂണിറ്റ്സ് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഡയഗണൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഡയമെൻഷണൽ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സ്കെയിൽ ഓഫ് കോഡ്സ്. സ്കെയിൽ ഓഫ് കോഡ്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് സ്കെയിൽ ഓഫ് കോഡ്സ് എന്ന് പറയുന്നത്. ഇനി കമ്പാരിറ്റീവ് സ്കെയിൽ. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചു റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ സെയിം ആയിരിക്കും, കോമൺ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ ആയിരിക്കും. പക്ഷേ വാല്യൂസ് റീഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. സെയിം റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്കെയിൽ ഉണ്ടാവും, അതിനെയും വീണ്ടും വലിയ സ്കെയിലിൻ്റെ ഫ്രാക്ഷൻസിനെയും വീണ്ടും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്കെയിലിനാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഡിവൈഡ്സ് സ്മോളസ്റ്റ് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഫ്രാക്ഷൻ. ഒരു സ്കെയിലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിവിഷനെ അല്ലെങ്കിൽ സ്കെയിലിനെ പോലെ അല്ലെങ്കിൽ ഡിവിഷനെ വീണ്ടും ചെറുതായിട്ട് ഫ്രാക്ഷനായിട്ട് എടുക്കുന്ന ഒരു സ്കെയിലാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. വെർനിയർ സ്കെയിൽ 2 ടൈപ്പുണ്ട്. ഒന്ന് ഡയറക്റ്റ് വെർനിയറും രണ്ടാമത്തത് റിട്രോഗ്രേഡ് വെർനിയർ. ഡയറക്റ്റ് വെർനിയർ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും ഇൻക്രീസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. പക്ഷേ റിട്രോഗ്രേഡിൻ്റെ കാര്യത്തിൽ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻക്രീസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, മനസ്സിലായോ? ഡയറക്റ്റ് ഇതിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വെർനിയർ സ്കെയിലിൽ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻക്രീസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റിട്രോഗ്രേഡ് വെർനിയർ മെയിൻ സ്കെയിൽ റീഡിങ് ആൻഡ് വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻക്രീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് ഡിഫറൻസ്. ഈ കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ലീനിയർ മെഷർമെൻറ്റ്സ് എങ്ങനെ ആക്കണം? മെയിൻലി ലീനിയർ മെഷർമെൻറ്റ്സ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്സ് ഉണ്ടാവും. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് എടുക്കുന്ന മെഷർമെൻറ്റ് ആവും. ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് എടുക്കുന്ന മെഷർമെൻറ്റ്. അങ്ങനെ 4 ടൈപ്പിലുള്ള മെഷർമെൻറ്റ്സ് ആണ് ഈ ലീനിയർ മെഷർമെൻറ്റ്സിലുള്ളത്. ഫസ്റ്റ് വൺ ഇസ് അപ്രോക്സിമേറ്റ്. അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ മെഷർമെൻറ്റ് എടുക്കുന്നത്? ഒന്ന് നമ്മൾ ഐ വെച്ച് ജഡ്ജ്. ഇത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കയ്യിൽ ടേപ്പോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഏകദേശം ഒരു ഇത്രയും സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഐ ജഡ്ജ്മെൻ്റ് ആണ് അവിടെ നടത്തുന്നത്. നമ്മൾ റെക്കഗ്നൈസൻസ് സർവേയിലും പറഞ്ഞു ഈ ഐ ജഡ്ജ്മെൻ്റ് ആണ് ഈ റെക്കഗ്നൈസൻസ് സർവേയിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പേസിങ്. പേസിങ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ പാദം വെച്ച് അളന്നെടുക്കുന്നൊരു പ്രൊസീജിയർ. അത് പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പേസിങ് എന്ന് പറയും.
ഈ പേസിൻ്റെ അല്ലെങ്കിൽ ഈ കാൽപാദത്തിനാണ് നമ്മൾ പേസ് എന്ന് പറയുന്നത്. ആ പേസിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 സെൻറ്റിമീറ്റർ മുതൽ 80 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും പേസിൻ്റെ. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പേസ് എണ്ണണം, 1 2 3 എന്ന് എണ്ണണം. പക്ഷെ പാസോമീറ്റർ വന്ന സമയത്ത് എത്ര പേസ് നമ്മൾ ഇത് എണ്ണത് തന്നെ അതിൽ ഇത് ചെയ്യാൻ പറ്റും, അതിൽ കാണിക്കും. പാസോമീറ്ററിൽ കാണിക്കും എത്ര പേസ് ആണ് നമ്മൾ മെഷർ ചെയ്തതെന്ന് കാണിക്കും. നമ്മൾ പേസിങ്ങിലാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എണ്ണണം. പക്ഷെ പാസോമീറ്ററിൻ്റെ കേസിൽ എണ്ണേണ്ട ആവശ്യമില്ല. എത്ര പേസ് നമ്മൾ നടന്നു അല്ലെന്നുണ്ടെങ്കിൽ എത്ര പേസ് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടത്തില്ല, എത്ര പേസ് എന്നിട്ട് പിന്നെ ആ കിട്ടുന്ന പേസ് ഡിവൈഡ് ബൈ ഒരു പേസിൻ്റെ ലെങ്ത് എത്രയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. നെക്സ്റ്റ് വൺ പെഡോമീറ്റർ. പെഡോമീറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് നമ്പർ ഓഫ് പേസസ് കാൽക്കുലേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തെയും ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ പെഡോമീറ്റർ എന്ന് പറഞ്ഞാൽ പേസ് കാൽക്കുലേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യും, അതിൽ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് പെരാമ്പുലേറ്റർ. പെരാമ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടികളിലൊക്കെ ഒരു നമ്മുടെ സിലിണ്ടറിക് ഷേപ്പ് അല്ലെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് വീൽസിലാണ് ഇത് ഘടിപ്പിക്കുന്നത്. അപ്പോൾ എത്ര റൊട്ടേഷൻ ഉണ്ടായിരുന്നു, മറ്റേത് ലെങ്ത് ആണ്, എത്ര പേസ് ആണ്, പക്ഷേ ഇതിൽ എത്ര റൊട്ടേഷൻ, ആ റൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പെരാമ്പുലേറ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അത് എത്ര റെവല്യൂഷൻസ് അവിടെ ഉണ്ടായെന്നാണ് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അത് തന്നെ ടോട്ടൽ ലെങ്ത് ആ ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യും, ഷോ ചെയ്യും. അതാണ് ഈ പെരാമ്പുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓഡോമീറ്റർ ആൻഡ് സ്പീഡോമീറ്റർ. ഇത് രണ്ടും വണ്ടികളിലുള്ളതാണ്. വണ്ടിയുടെ സ്പീഡും പിന്നെ എത്രത്തോളം കാര്യങ്ങളൊക്കെ അതിലുണ്ട്, ഫ്യൂവൽ സിസ്റ്റം എത്രയുണ്ട്, മെയിൻലി ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയാണ്, എത്രത്തോളം ഡിസ്റ്റൻസ് പോയി. അതനുസരിച്ച് അത് എന്ത് ചെയ്ത് നമ്മൾ വണ്ടിയിലെല്ലാം കണ്ടിട്ടുണ്ട് ഉള്ള സാധനം, അതനുസരിച്ച് അത് കിലോമീറ്റേഴ്സ് കൂടി വരും. അപ്പം ഇതാണ് ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ചെയിൻ അല്ലെങ്കിൽ ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യുന്നു. ഇനി ഒപ്റ്റിക്കൽ മെഷർ, ടാക്കിയോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് എന്താണ് ഒപ്റ്റിക്കൽ മെത്തേഡ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് മെത്തേഡ്. ഇലക്ട്രോണിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ EDM ഇലക്ട്രോണിക് ബേസിൽ ടോട്ടൽ സ്റ്റേഷനും EDM ആണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഇലക്ട്രോണിക് ഡിവൈസാണ് EDM ടോട്ടൽ സ്റ്റേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്ര ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇതിലെന്ന് ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ഓർത്ത് വെച്ചിരിക്കുക. അതനുസരിച്ച് നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.